മണിപ്പൂർ മുഖ്യമന്ത്രി ബൈറൻ സിംഗ് രാജിവെക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ, ടെലിവിഷൻ ചാനലുകളൊക്കെ വാർത്ത കാണിക്കുന്നു. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ പോവുകയാണ്. 2 തവണ ബൈറൻ സിംഗ് ഇപ്പോൾ ഇതിനകം ഗവർണറെ കണ്ടിട്ട് കൂടുതൽ സഹായം വേണം, ഇടപെടൽ വേണമെന്നൊക്കെ അഭ്യർത്ഥിച്ചു. എന്തോ ഒരു മെമ്മോറാണ്ടം കൊടുത്തു എന്നൊക്കെയാണ് കേൾക്കുന്നത്. മെമ്മോറാണ്ടമാണോ രാജിക്കത്താണോ എന്നറിയില്ല. പക്ഷേ മണിപ്പൂർ ഇങ്ങനെ പോകാൻ കഴിയില്ല. മണിപ്പൂരിനെ സംബന്ധിച്ച് ഇതുവരെ നടന്നതുപോലെയല്ല കാര്യങ്ങളല്ല ഇപ്പോൾ നടക്കുന്നത്. ശത്രു രാജ്യങ്ങൾ ആക്രമിക്കുന്ന പോലെ മിസൈലുകൾ, റോക്കറ്റുകൾ ഉപയോഗിച്ച് എതിരാളികളെ, കുക്കികൾ, മെയ്റ്റുകളെയും സൈനികരെ ആക്രമിക്കുന്നു. ഇന്ത്യ റിസർവ് ബറ്റാലിയൻ്റെ 2-3 ബങ്കറുകൾ ആക്രമിക്കപ്പെട്ടു. അതിന് ഡ്രോണുകൾ ഉപയോഗിക്കപ്പെട്ടു. മണിപ്പൂരിൽ ശരിക്കും ഖലിസ്ഥാൻവാദികളൊക്കെ നടത്തിയതുപോലെ, അല്ലെങ്കിൽ ജമ്മു കാശ്മീരിൽ നടന്നതുപോലെയുള്ള ഒരു വിഘടനവാദ തീവ്രവാദ പ്രവർത്തനം വിദേശ ശക്തികളുടെ സഹായത്തോടെ ആരംഭിക്കുകയാണ്. ഒരു സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. സ്വാഭാവികമായും ആ മുഖ്യമന്ത്രി മാറേണ്ടി വരും. മുഖ്യമന്ത്രിയല്ല, സംസ്ഥാന സർക്കാർ തന്നെ മാറി പൂർണ്ണമായും രാഷ്ട്രപതി ഭരണത്തിലേക്ക് വന്ന് കേന്ദ്രത്തിൻ്റെ ഭരണം വന്നാൽ മാത്രമേ മണിപ്പൂരിനെ ഇനി വീണ്ടെടുക്കാനാവൂ. അപ്പോൾ സർക്കാരിനെ പിരിച്ചുവിടത്തില്ലായിരിക്കും. നിയമസഭ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രസിഡന്റ് ഭരണം ആകാമല്ലോ. അതിനുള്ള സാധ്യത കാണുന്നുണ്ടോ? അതിപ്പോൾ ഗവർണറുടെ റിപ്പോർട്ട് കേന്ദ്രം കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത് റിപ്പോർട്ടുകളിലൊക്കെ. അപ്പോൾ ഗവർണർ അവിടുത്തെ സിറ്റുവേഷനൊക്കെ പറഞ്ഞിട്ട് ആ രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യുന്ന രേഖ കിട്ടണമല്ലോ ആഭ്യന്തര മന്ത്രാലയത്തിന്. എന്നിട്ട് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കുക. എനിക്ക് തോന്നുന്നത് ആ ഒരു ഈ ടെക്നിക്കൽ എന്നൊക്കെ പറയില്ലേ, സാങ്കേതികമായ കാര്യങ്ങൾ അത് മാത്രമേ ഉള്ളൂ. ഡിസിഷനൊക്കെ ആയിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് തോന്നുന്നത് ബിരേൻ സിംഗിനെ മാറ്റാൻ. ബിരേൻ സിംഗ് കഴിഞ്ഞ ദിവസം രാത്രിയും ഞായറാഴ്ച രാവിലെയും ഒക്കെ ഗവർണറെ 18 MLA-മാരുടെ കൂടെ പോയി കണ്ടത് യൂണിഫൈഡ് കമാൻഡ്, അതിൻ്റെ നേതൃത്വം ബിരേൻ സിംഗിന് തന്നെ വേണം എന്ന് പറഞ്ഞിട്ടാണ്. കാരണം അവിടെ സൈനിക ഉപദേഷ്ടാവും ഒക്കെ ഉണ്ട് ഇപ്പോൾ മണിപ്പൂരിൽ. അവരാണ് ഇത് മുഴുവൻ മോണിറ്റർ ചെയ്യുന്നതും സംഗതികളൊക്കെ ചെയ്യുന്നതും. പക്ഷെ അവർ ബിരേൻ സിംഗിനോട് ആലോചിച്ചിട്ടല്ല ആ കാര്യങ്ങൾ ചെയ്യുന്നത്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗവർണറോട് പോയി ഈ ബിരേൻ സിംഗ് അഭ്യർത്ഥിച്ചത് ഈ MLA-മാരുടെയൊക്കെ കൂടെ പോയി ഇതിൻ്റെ നേതൃത്വം മൊത്തം ഈ സൈനികരെയൊക്കെ വിളിച്ച്. അതിനകത്തൊരു അനൗചിത്യമുണ്ട്. കാരണം അയാൾ BJP-യുടെ മുഖ്യമന്ത്രിയാണ്. പാർട്ടിയോട് പറഞ്ഞ പോരെ. പാർട്ടി ഇപ്പോൾ ബിരേൻ സിംഗിൻ്റെ കൂടെ ഇല്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കുറേ MLA-മാരും ഒന്നും കൂടെ ഇല്ല. അപ്പോൾ ഒറ്റപ്പെട്ടു എന്നുള്ള അവസ്ഥയാണുള്ളത്. 18 MLA-മാരെ കിട്ടി ഗവർണറെ കാണാൻ, അത്രേ പറയാനുള്ളൂ. ചെറിയ നിയമസഭയാണ്, ചെറിയ നമ്പറുമല്ല, ചെറിയ നമ്പറൊന്നും അല്ല. അത് അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകേണ്ട കാര്യം ഉണ്ടായില്ല. അതാണ് അത്. ഈ പ്രതിപക്ഷ MLA-മാരൊക്കെ പോയി ഗവർണറെടുത്ത് തലയെണ്ണി കാണിക്കുന്ന പോലെയുള്ള ഒരു പ്രകടനമായിപ്പോയി. അതിൻ്റെ ആവശ്യമില്ലേ? സംസ്ഥാന സർക്കാരിനെ, സംസ്ഥാന നിയമസഭയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താം. എല്ലാം സെറ്റിലാകുമ്പോഴത്തേക്ക് തിരിച്ച് അധികാരത്തിലേക്ക് വന്നാൽ മതി. പക്ഷെ ബിരേൻ സിംഗിന് പകരം ആരെങ്കിലും അവിടെ നിയമിക്കുമോ എന്നുള്ളതാണ് ഞാൻ റിപ്പോർട്ടുകൾ നോക്കിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, രാഷ്ട്രപതി ഭരണത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അത് സൗകര്യമുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ കേന്ദ്രം തന്നെ ഇടപെടേണ്ട അവസ്ഥയാണ്. അതെ, സംസ്ഥാന പോലീസിന് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. പോലീസിനൊന്നും അത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് വേറെ സംവിധാനങ്ങൾ ഇവരെ അമർച്ച ചെയ്യാൻ വേണം എന്നുള്ള കാഴ്ചപ്പാട് കാണും. നമ്മളിവിടെ ചർച്ച ചെയ്തപ്പോൾ വിദേശ ഇടപെടൽ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നതാണ്. അത് പല റിപ്പോർട്ടുകളിലും അത് വ്യക്തവുമാണ്. അപ്പോൾ അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് ഒരു ആക്രമണം ആസൂത്രണം ചെയ്ത് ഇതിൻ്റെ അകത്ത് നടപ്പാക്കുകയാണ്. പക്ഷെ വരവൊക്കെ അപ്പുറത്ത് നിന്നാണ്. ആയുധങ്ങളുടെ വരവും കാര്യങ്ങളും ഒക്കെ അപ്പുറത്ത് നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ യൂണിഫൈഡ് കമാൻഡിൻ്റെ നേതൃത്വം എനിക്ക് വേണമെന്ന് ബിരേൻ സിംഗ് പറഞ്ഞപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി. ഒരു അനൗചിത്യമുണ്ട്. കേന്ദ്രസേന വന്ന് ഒരു സംയുക്ത ഓപ്പറേഷൻ നടത്തുമ്പോൾ മുഖ്യമന്ത്രിക്ക് അതിൻ്റെ കമാൻഡിൻ്റെ ചുമതല വേണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അനൗചിത്യമാണ്. നമ്മൾ ദേശീയ തലത്തിൽ നമ്മുടെ 3 സേനകളുടെയും തലവൻ രാഷ്ട്രപതിയാണെന്ന് പറയും. പക്ഷെ അതൊരു ആലങ്കാരികമായ സംഗതിയാണ്. എപ്പോഴും പ്രധാനമന്ത്രിയോട് ആലോചിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. പ്രധാനമന്ത്രി പറയുന്നിടത്ത് ഒപ്പിടും. 1971 ബംഗ്ലാദേശ് യുദ്ധത്തിൽ മനക്ഷായും ഇന്ദിരാഗാന്ധിയും തമ്മിൽ എത്ര തവണ കാണുന്നതിൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ പുസ്തകങ്ങളിലൊക്കെ കാണുന്നത്. 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാം. കാരണം മൺസൂണാണ്. മൺസൂണിൽ ടാങ്കൊക്കെ
നിലത്തുകൂടിയൊന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇത് അത്രയും നാൾ വെയിറ്റ് ചെയ്തു. ആ വെയിറ്റ് ചെയ്തപ്പോഴാണ് അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടായത്. 2.5 ലക്ഷം ഹിന്ദുക്കളെയാണ് കൊന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വംശഹത്യയാണ് അന്ന് കിഴക്കൻ ബംഗാളിൽ നടന്നത്. എന്ന് പറഞ്ഞതുപോലെയൊക്കെയുള്ളൊരു അവസ്ഥയിലാണ് ഈ മണിപ്പൂർ പോകുന്നത്. കാരണം മെയ്ത്തികൾക്ക് വിദേശ സഹായമൊന്നുമില്ല. മെയ്ത്തികളെ ഒരു ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഇതുവരെ സംഘപരിവാർ കുക്കികളെ ക്രിസ്ത്യാനികളെ കൊന്നു എന്ന് പറഞ്ഞ പോലെ ചൈനയുടെ റോക്കറ്റും ഡ്രോണും ഒക്കെ ആയിട്ട് അവിടുത്തെ മെയ്ത്തികളെ കൂട്ടക്കൊല ചെയ്യുവര്. അതെ, അങ്ങനെ ഒരു ഭയാനകമായ അവസ്ഥയുണ്ട്. അപ്പോൾ അത് മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചു കൊടുക്കേണ്ട സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല ബിരേൻ സിംഗ് ഈ സാഹചര്യം ഒന്നും ഏതെങ്കിലും ഘട്ടത്തിൽ നന്നായി കൈകാര്യം ചെയ്തതായിട്ടൊന്നും കാണുന്നില്ല. ബിരേൻ സിംഗിൻ്റെ ഭാഗത്തുനിന്ന്, ബിരേൻ സിംഗ് ആവട്ടെ ബൈറോൺ സിംഗ് എന്തെങ്കിലും ആവട്ടെ, ബിരേൻ സിംഗ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ നമുക്കറിയില്ല, നമ്മൾ ദൂരെ ഇരുന്ന് കാണുന്നതാണ്. അവിടുത്തെ പരിമിതികളുണ്ട്. രണ്ടു കൂട്ടരും വലിയ ആധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചാണ് പോരാടുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആലോചിച്ചാൽ മുഖ്യമന്ത്രിക്ക് ചെയ്യാമായിരുന്നത് വളരെ മുമ്പ് തന്നെ ഇവിടേക്ക് പട്ടാളത്തിനെ വിളിക്കാം, ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നൊക്കെ പറഞ്ഞ് BJP സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഒക്കെ ഒരു മുമ്പാകെ നിർദ്ദേശം വെക്കുക, ഗവർണറോട് പറയുക, കേന്ദ്രത്തോട് പറയുക, ഇതൊക്കെ ചെയ്യാമായിരുന്നു. കുറച്ചുകൂടെ നേരത്തെ ഇത് ചെയ്തിരുന്നെങ്കിൽ അവിടെ കുറേ ജീവനുകളിൽ രക്ഷപ്പെട്ടേക്കാം. അപ്പോൾ ഏതായാലും മണിപ്പൂർ, ഈ ബംഗ്ലാദേശിലെ സംഭവവികാസങ്ങളൊക്കെ അടുത്ത് നിന്നൊക്കെ കാണാമല്ലോ. അപ്പോൾ വീണ്ടും വിചാരമൊക്കെ ബിരേൻ സിംഗിന് ഉണ്ടായിരുന്നിരിക്കാൻ വഴിയുണ്ട്. കാരണം അവിടെയും വിദേശ ഇടപെടലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പം മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിക്കാരും ഒക്കെ ആണല്ലോ ഇതൊക്കെ നിയമിക്കുന്നതും ഒക്കെ. ഹിന്ദുക്കളൊക്കെ ജോലി രാജിവെക്കുന്നുമുണ്ട്, നിർബന്ധിച്ച് രാജിവെപ്പിക്കുന്നുണ്ട്. വലിയ പ്രൊഫസർമാരെയും ഒക്കെ രാജിവെപ്പിക്കുന്നുണ്ട്, ജോലിയിലൊന്നും എടുക്കുന്നുമില്ല. അപ്പോൾ വിദേശ ഇടപെടലുകൾ ഒരു രാജ്യത്തിനെ തന്നെ ബാധിക്കുമെങ്കിൽ ഒരു സംസ്ഥാനത്തിനെ എങ്ങനെ ബാധിക്കും എന്നുള്ള വീണ്ടും വിചാരം, തിരിച്ചറിവ്. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം എന്ന് പറഞ്ഞാൽ മണിപ്പൂരിൽ കേന്ദ്രസേനയുടെയും പട്ടാളത്തിൻ്റെ ഒരു ഭരണമാണ് വരാൻ പോകുന്നത്. കാരണം 2014 മുമ്പ് വരെ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഇറോം ശർമിള എത്രയോ കാലം സമരം ചെയ്തു അഫ്സ എന്ന് പറയുന്ന പട്ടാള നിയമം പിൻവലിക്കാൻ വേണ്ടി. മോദി വന്നതിന് ശേഷമാണ് ആ നിയമം പിൻവലിച്ചത്. അപ്പോൾ ഇറോം ശർമിള നിരാഹാരം ഇരുന്നത് കോൺഗ്രസ് ഭരണകാലത്താണ്, UPA ഭരണകാലത്താണ് പട്ടാള നിയമം അവിടെ ഉണ്ടായിരുന്നത്. BJP വന്നപ്പോൾ പട്ടാള നിയമം പിൻവലിച്ചു. ഒരുപക്ഷെ വീണ്ടും ആ പട്ടാള നിയമം ചിലപ്പോൾ കൊണ്ടുവരില്ലായിരിക്കും, നിയമമില്ലാതെ തന്നെ പട്ടാളത്തിനെ ഇറക്കി നോക്കുമായിരിക്കും. പട്ടാളത്തിന് ജമ്മു കാശ്മീരിലൊക്കെ ചെയ്ത പോലെയൊക്കെ ചെയ്യാൻ പറ്റും. ഏതായാലും സൈന്യത്തിൻ്റെ കയ്യിലേക്ക് മണിപ്പൂർ മാറുകയാണ്. കുക്കികളെ സംബന്ധിച്ച് കുക്കികളുടെ നിലവിളി ഇനി കേരളത്തിലെ മാധ്യമങ്ങളിൽ മുഴങ്ങുമോ? അത് മുഴങ്ങുമ്പോൾ ഇപ്പോൾ ആ സമയത്ത് കുറേ കാര്യങ്ങൾ പുറത്ത് പറയാനും സാധ്യതയുണ്ട് നമ്മുടെ സർക്കാർ. പക്ഷേ ഈ പറഞ്ഞ പോലെ വിദേശ ശക്തികളുടെ പേര് പറയാനൊക്കെ ബുദ്ധിമുട്ട് വരും. എന്നാലും ഇപ്പോൾ അത്യാവശ്യമൊക്കെ ധാരണ ആളുകൾക്ക് ഉണ്ട് എന്ന് വേണം കരുതാൻ, ABC കാണുന്നവർക്കെങ്കിലും. അതെ, ബിരാൻ സിംഗിൻ്റെ കാലത്ത് 2022 ബിരാൻ സിംഗ് വന്നു കഴിയുമ്പോൾ ചെയ്ത ചില കാര്യങ്ങൾ നമ്മൾ പറയാതിരുന്നിട്ടുകൂടാ. കാരണം വളരെ ബോൾഡായിട്ട് 60,000 കോടി രൂപയുടെ മയക്കുമരുന്നാണ് പിടിച്ചത്. 20,000 ഹെക്ടറിലെ പോപ്പി കൃഷി നശിപ്പിച്ചു. ഇതെല്ലാം കുക്കി മേഖലയിലാണ്, മൈത്തേഹികളല്ല, കുക്കികളായിരുന്നു ഈ പോപ്പി കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞത് തന്നെ ആ കലാപത്തിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായി. അതെ, മാത്രമല്ല 3066 കേസുകൾ 2022 എടുത്തു. 2461 പേരെ അറസ്റ്റ് ചെയ്തു. അതാണ് കലാപത്തിന് പെട്ടെന്നുണ്ടായ ഒരു കാരണം. ഈ കൊളംബിയയിലെ ഡ്രഗ് ബിസിനസ്സുകളൊക്കെ പരാജയപ്പെട്ടതിന് ശേഷം സോറോസ് ബർമ പ്രൊജക്റ്റുമായിട്ട് മ്യാൻമറിൽ വന്ന കാലമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയും മ്യാൻമറും തമ്മിലുള്ള അതിർത്തിയിൽ രണ്ടു കൂട്ടർക്കും ഫ്രീ പാസേജുള്ളൊരു ഏരിയ ഉണ്ട്. 16 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. ഈ 16 കിലോമീറ്റർ ഇന്ത്യക്കാർക്ക് മ്യാൻമറിലേക്കും മ്യാൻമറിലുള്ളവർക്ക് ഇങ്ങോട്ടും വരാവുന്ന ഈ മേഖലയാണ് ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഈ ഗോൾഡൻ ട്രയാങ്കിളിലാണ് ഈ പൊപ്പി കൃഷിയുടെ ഏറ്റവും കൂടുതൽ പ്രഭവകേന്ദ്രം. അത് മുഴുവൻ കുക്കികളുടെ ഇല്ല പല നിരകളിൽ. കാരണം മലയുടെ മുകളിലാണ് അവരാണ്, താഴെയാണ് വാലിയിലാണ്. അപ്പോൾ ആ മേഖലയിലേക്ക് അവരൊരു വേറെ ഒരു ഗോൾഡൻ ട്രയാങ്കിൾ മേഖലയൊക്കെ ഒരു പ്രത്യേക സാമ്രാജ്യം പോലെ കൊണ്ട് നടന്ന് 400 കിലോമീറ്ററാണ് ഈ അതിർത്തി, വേലിയില്ലാത്ത അതിർത്തി ഉള്ളത്. അവിടെ അതിലൂടെ മ്യാൻമർ വഴി വരുന്നത് ചൈനക്കാരാണ്. നമുക്കറിയാം, മ്യാൻമർ ഇപ്പോൾ ചൈനയുടെ കയ്യിലിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അതിലൂടെ ചൈനീസ് ശക്തികളുടെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് മണിപ്പൂർ ഇങ്ങനെ ആയത്. അവിടെ കേന്ദ്രസേനയല്ലാതെ വേറെ മാർഗ്ഗമില്ല, കേന്ദ്രഭരണമല്ലാതെ മാർഗ്ഗമില്ല.
ഇത്തിരി വൈകിപ്പോയെങ്കിലും ഉചിതമായ സമയത്ത്. പക്ഷേ ഇപ്പോൾ വേറെ കാര്യമുണ്ട്, നേരത്തെ ആയിരുന്നെങ്കിൽ കുറേ ആക്ഷേപങ്ങൾ ഉയരുമായിരുന്നു. ഇപ്പോൾ ലോകത്തിന് മുന്നിൽ തെളിവുണ്ട്. ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ വസതി റോക്കറ്റ് ഉപയോഗിച്ച് ആക്രമിക്കുന്നു, ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിക്കുന്നു. അപ്പോൾ ഒരു സർക്കാരിന് രാഷ്ട്രപതി ഭരണമല്ലാതെ വേറെ മാർഗമില്ലാത്ത സാഹചര്യം എത്തിയിരിക്കുന്നു. മണിപ്പൂരിനെ സാനിറ്റൈസ് ചെയ്ത് വെളുപ്പിച്ചെടുക്കാനുള്ള പരിപാടി കേന്ദ്രം ആരംഭിക്കുകയാണെങ്കിൽ അതിനെ ജനാധിപത്യത്തിൽ വിശ്വാസമുള്ള എല്ലാവരും കൈയടിച്ച് സ്വാഗതം ചെയ്യും. അതായത് കുക്കികൾ മ്യാൻമറിലെ ചിൻ കലാപകാരികളുമായിട്ട് ചേർന്ന് ചൈനയുടെ ചട്ടുകമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അവർക്ക് ഈ പറഞ്ഞ രാജ്യാന്തര ശക്തികൾ മറ്റേ പോപ്പി കൃഷിക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം. അതിൽ നിന്നാണ് വലിയ വരുമാനമൊക്കെ അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ബീരൻ സിംഗ് കുറേയൊക്കെ നശിപ്പിച്ചതാണ്. അങ്ങനെ നശിപ്പിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. അതെ, അത് ഒരു ഡ്രഗ്, ഈ കാർട്ടൽ, അതിൻ്റെ സോറോസിന്റെ കാശാന്നേ പോയത്. ജോർജ് സോറോസ് ആണ് അതിന് ഫണ്ട് ചെയ്തിരിക്കുന്നത് ബർമ പ്രൊജക്ടിന്. അതെ. അപ്പോൾ രാഷ്ട്രപതി ഭരണം വരുന്നത് തന്നെയാണ് നല്ലത്. അതെ അതെ, ഇത് കുറച്ച് വൈകിപ്പോയി എന്ന് വിചാരിക്കാം. പക്ഷേ ഈ ചെറിയ തോതിലൊക്കെ ഉണ്ടായിരുന്ന കലാപം, മെയ്ത്തികളെയൊക്കെ കൊല്ലുക എന്നൊക്കെ ഉള്ളത് നമ്മളിത് കണ്ടുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പിന്നെ ജിരിബാം എന്ന് പറഞ്ഞ സ്വതന്ത്രമായിട്ട് അവിടെ ആക്രമണം നടത്താൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് ഈ ഡ്രോണുകളിലേക്ക് വന്നു. അത് കഴിഞ്ഞ് റോക്കറ്റിലേക്കൊക്കെ വന്നു. പിന്നെ ഗ്രനേഡുകൾ ഒക്കെ അവിടെ വന്നു. ഈ RPG എന്ന് പറയുന്നത് റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡ്സും ഒക്കെ. ഇതിനേക്കാൾ വലിയ ആയുധങ്ങൾ ഇനി വരും എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്ന് പറഞ്ഞാൽ നിഴൽ യുദ്ധം നടത്തുകയാണ് ഒരു വിദേശ ശക്തി മണിപ്പൂരിൽ. അത് നമുക്ക് അമർച്ച ചെയ്തേ പറ്റൂ. അതിന് കേന്ദ്രത്തിൻ്റെ കയ്യിൽ വേണം കടിഞ്ഞാൻ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.